ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് ഇത്തിരി ലുക്ക് കുറവാണ്, പക്ഷേ വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട്. മൈദ കൊണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഭംഗിയായിരുന്നു തന്നെ കാണാനായിട്ട്. പക്ഷേ ഭംഗിയില്ലെങ്കിലും നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് നേരിയ ചൂടുള്ള വെള്ളം ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് അഴുക്കുന്നത് വരെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി മൂടി വെച്ച് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈസ്റ്റൊക്കെ നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കാം. 1.5 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. നമുക്ക് ഈ സ്പൂണൊന്ന് മാറ്റിയിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 30 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിത് 10 ഗ്രാമിൻ്റെ ഓരോ ക്യൂബ്സാണ് എടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിലിരുന്ന ബട്ടർ ആണെങ്കിൽ അത് പുറത്ത് വെച്ച് നോർമൽ ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇപ്പം ഞാൻ 30 ഗ്രാം ബട്ടറും ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തേച്ച് കുഴച്ചെടുക്കാം. നമ്മൾ എത്രമാത്രം നല്ലതുപോലെ കുഴക്കുന്നോ അത്രയും മാവ് നല്ല സ്മൂത്തായി കിട്ടും. ഒരു 5 മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് തേച്ച് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ ആ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് പുരട്ടി മൂടി വെച്ച് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം തുറന്ന് നമ്മൾ വീണ്ടും ഒന്നുകൂടി കുഴച്ച് കൊടുക്കണം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മാവ് ഒന്നും കൂടി കുഴച്ച് കൊടുക്കാം. ഇപ്പോൾ മാവ് ഞാൻ ഒന്നുകൂടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ വെച്ച് മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്കിതിലേക്ക് വേണ്ട ഒരു ഫില്ലിങ് റെഡിയാക്കാൻ ഞാനിവിടെ 2 മീഡിയം ടൈപ്പിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇതിനുള്ളിൽ വെള്ള ഭാഗവും അരിയും കളഞ്ഞെടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പൊടി പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഒക്കെ നല്ലതുപോലെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാനുള്ള അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉപ്പിട്ട് വേവിച്ച ബീഫ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഓരോ ടീസ്പൂൺ വീതം പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവ് കുറവുള്ള ഒരു വലിയ പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊടുക്കാം. ഈ സമയത്ത് മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്യുന്നത്. സവാളയുടെ നിറം ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റൈലിലാണ് ഇത് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർക്കുക. നമ്മൾ
ബീഫ് ഉപ്പിട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് ഇതിന് മാത്രം വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മറ്റ് പൊടികളൊന്നും നമ്മൾ ചേർക്കാറില്ല ഇതിലേക്ക്. മല്ലിപ്പൊടിയോ മുളക് പൊടിയോ അതുപോലെ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ബീഫിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും ചേർക്കാം കേട്ടോ. വെജിറ്റേറിയൻസിന് വേണമെങ്കിൽ ഇതിന് പകരം കാബേജ്, കോളിഫ്ലവർ അല്ലെങ്കിൽ ബ്രൊക്കോളിയൊക്കെ ചേർത്ത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നല്ലതുപോലെ ഒരു 3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വഴറ്റി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നന്നായി വേവിച്ച ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ ഒരു 250 ഗ്രാം ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ തൊലി കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുക്കണം. കട്ടയില്ലാതെ നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർക്കുക. ഞാനിത് കശുവണ്ടി കൊണ്ടുണ്ടാക്കിയ മയോണൈസാണ് ചേർക്കുന്നത്. മയോണൈസ് ചേർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ബട്ടറാണ്. ഞാൻ 20 ഗ്രാം ബട്ടർ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. ബട്ടറിന് ഉപ്പുള്ളതാണെങ്കിൽ നമ്മളതനുസരിച്ച് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റഫ് ചെയ്യാനുള്ളതാണ്. നമുക്കിത് മാറ്റി വയ്ക്കാം. മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നല്ലതുപോലെ പൊങ്ങിയിരിക്കുകയാണ്. നമുക്ക് പലകയിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഓയിൽ പലകയിൽ മുഴുവനായിട്ടും പുരട്ടി കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ പൊങ്ങിയിരിക്കുന്ന മാവ് ഒന്ന് കുഴച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പതിയെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ചപ്പാത്തി പരത്തുന്ന റോളർ ഉപയോഗിച്ചൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഒത്തിരി അങ്ങോട്ട് നേരിയതാക്കരുത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്യാനുള്ളതാണ്. ഇതുപോലെ പരത്തിയതിന് ശേഷം ഇനി നമുക്ക് ഫില്ലിങ് ഓരോന്നായി വെച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണ് വെച്ച് കൊടുക്കുന്നത്. അത് ഈ പരത്തി വെച്ചിരിക്കുന്ന മാവിൻ്റെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാം. മാവിൻ്റെ ചുറ്റിലും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളിത് സ്പ്രെഡ് ചെയ്യാൻ. അപ്പോൾ ഉരുളക്കിഴങ്ങ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. ചീസ് സ്ലൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഒരു 3 എണ്ണം ഞാനിതിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ മാവിൻ്റെ സൈസ് അനുസരിച്ചാണ് വെക്കേണ്ടത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ആവശ്യത്തിന് മാത്രം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഫില്ലിങ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിൽ നിന്ന് റോൾ ചെയ്തെടുക്കാം. പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ റോൾ ചെയ്യുന്നത് പോലെ ഒരരികിൽ നിന്ന് നല്ലതുപോലെ ഒന്ന് ചുരുട്ടി എടുക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടുള്ളത് കൊണ്ട് അത്ര എളുപ്പത്തിൽ നമുക്ക് ചുരുട്ടിയെടുക്കാൻ പറ്റില്ല. വളരെ സ്ലോലി നമ്മൾ പതിയെ റോൾ ചെയ്തെടുക്കാം.
ഇതുപോലെ ഇങ്ങനെ പതിയെ പതിയെ റോൾ ചെയ്തെടുക്കാം. ഇത് ഗോതമ്പ് മാവായതുകൊണ്ട് ചില ഭാഗങ്ങളിൽ പൊട്ടിപ്പോകുന്നുണ്ട്. മൈദയായിരുന്നെങ്കിൽ അത് സ്ട്രെച്ച് ചെയ്യും, അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പൊട്ടിപ്പോവില്ല, കുറച്ച് വലിഞ്ഞ് വലിഞ്ഞ് വരും. ഗോതമ്പ് മാവിലായതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിപ്പോകുന്നത്. നമുക്കത് ഒന്ന് ഉരുട്ടിയെടുക്കാം, അല്ലാതെ പറ്റില്ലല്ലോ. പതിയെ പതിയെ നമുക്ക് പ്രസ് ചെയ്തൊക്കെ വയ്ക്കാം. ഇനി നമുക്ക് ഈ അറ്റത്തുനിന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. വിട്ടുപോയിട്ടുള്ള ഭാഗത്തൊക്കെ നമുക്കൊന്ന് പതിയെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഒന്ന് ഉണങ്ങിയ മാവ് പറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ച് ചെയ്താലേ ഇതുപോലെ കിട്ടുള്ളൂ കേട്ടോ. മൈദ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി കൈകൊണ്ടൊക്കെ തട്ടിപ്പൊത്തിയൊക്കെ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പൊടി തൂവി കൊടുക്കാം, ഉണക്കപ്പൊടി. മൈദ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, മൈദപ്പൊടി തൂവുന്നതാണ് നല്ലത്. എന്നിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് പൊടി പറ്റിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് 5 എണ്ണമായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടറ്റവും ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടെടുക്കാം. ഈ തുറന്ന ഭാഗം നമുക്ക് മുകളിൽ ഒരത്തക്ക വിധം കൂട്ടി യോജിപ്പിക്കാം. മുകൾ ഭാഗം കുറച്ച് ഗ്യാപ്പിട്ട് എടുത്താലും കുഴപ്പമില്ല. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നല്ലതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. കുറച്ച് പൊടി തൂവി കൊടുക്കുകയാണെങ്കിൽ പലകയിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് എണ്ണ തടവിയോ പൊടി തടവിയോ എടുത്ത് വയ്ക്കാം. അപ്പം ഞാനിത് ബേക്കാനുള്ള പാത്രത്തിലേക്ക് വയ്ക്കുകയാണ്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളിത് എടുത്ത് വയ്ക്കാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ 3 എണ്ണമേ ഈ പാത്രത്തിൽ ഇരിക്കുള്ളൂ. നമുക്കിതൊന്ന് എഗ് വാഷ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇത് പൊങ്ങാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. എഗ് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു വലിയ ബിരിയാണി പോട്ടാണ് ചൂടാക്കി വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. അതിനകത്തേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ച് 30-35 മിനിറ്റ് മീഡിയം ഹീറ്റിൽ ബേക്ക് ചെയ്യാം. ഇപ്പം 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്നാക്കെല്ലാം തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. സ്പേസ് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നമ്മൾ ചേർത്ത ചീസൊക്കെ ഉരുകി പുറത്തേക്കൊക്കെ ഒഴുകിയിട്ടുണ്ട്. ഇത് ശരിക്കും പിസ്സ പോലെയാണ് ഇരിക്കുന്നത്. നമുക്കിത് തണുക്കാതെ വിടിവിച്ചെടുക്കാൻ പറ്റില്ല. തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് ഞാനതെല്ലാം വിടിവിച്ചെടുത്തത്. ഇപ്പം നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. വളരെ സോഫ്റ്റാണ്. ഉള്ളിലെ ഫില്ലിങ്ങൊക്കെ വളരെ ടേസ്റ്റുമാണ്. അധികം സ്പൈസി അല്ല, അതുകൊണ്ട് കുട്ടികൾക്കും വളരെ ഈസി ആയിട്ട് കഴിക്കാം. അപ്പോൾ കാണാൻ ലുക്കില്ലെങ്കിൽ എന്താ, വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.